ഇന്നത്തെ കഥ ഒരു ബർഗറിൻ്റെ ആട്ടോ. ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടെന്നൊരാഗ്രഹം, ഒരു ബർഗർ ഉണ്ടാക്കിയാലോ. ഒരു തട്ടിക്കൂട്ട് ബർഗർ ഉണ്ടാക്കാനുള്ള ഐറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന വഴിയെ മുട്ടയും വാങ്ങിയിട്ടാട്ടോ വന്നത്. വന്ന് വിളക്ക് വയ്ക്കൽ നമ്മുടെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഇത് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിട്ടോ. രണ്ടുപേരോടും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരണം എൻ്റെ പിന്നാലെ തന്നെ കുടിയൊക്കെ ആട്ടോ ഒന്ന് റെഡി ആയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ബണ്ണൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടൊന്ന് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഒന്ന് മറിച്ചിട്ട് നമ്മളെടുത്തു. ഉണ്ടാക്കാൻ വലിയ എനിക്ക് ഐഡിയ ഒന്നുമില്ല കേട്ടോ, നമ്മുടേതായ രീതിയിൽ ഒരു തട്ടിക്കൂട്ടൊരു ബർഗർ. അപ്പം ഞാനതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് മുട്ട പൊട്ടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അത് നമ്മുടെ ഓംലേറ്റ് പോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അതും റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ബർഗർ എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ സവാള തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി മുട്ടയുടെ കഷ്ണം എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ തക്കാളി സവാളയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ചീസ് എടുത്ത് വെച്ചു കേട്ടോ. സത്യത്തിൽ ഇത് ചൂടാറിനേക്കാളും മുന്നേ ചീസ് എടുത്ത് വയ്ക്കണം എന്നൊക്കെയാണ്. നമ്മൾ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അത് മെൽറ്റ് ആവണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്കൊന്ന് എടുത്ത് വെച്ചു കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ബർഗർ മുകളിൽ ഇങ്ങനെ കരിഞ്ഞൊരവസ്ഥയിലിരിക്കുന്നത്. പിന്നെ ദേ അത് കൊണ്ടുപോയി വെച്ചപ്പോഴത്തേക്കും കഴിക്കാനുള്ളൊരു സന്തോഷം കണ്ടില്ലേ. ഇത് മതിയല്ലോ നമുക്ക്. അപ്പം ഞാൻ എന്തായാലും കഴിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ ഓരോ കടി രണ്ടുപേരും കഴിച്ചു കേട്ടോ. വലിയ ടേസ്റ്റൊന്നും പറയാനില്ല, നമ്മളിത് സ്ഥിരം കഴിക്കുന്ന ഐറ്റമൊന്നും അല്ലല്ലോ. പിന്നെ ചീസിൻ്റെ ടേസ്റ്റ് എനിക്കും പിള്ളേർക്കും അങ്ങനെ വലിയ ഇഷ്ടമായില്ല കേട്ടോ. എന്താണാവോ, എന്തുണ്ടാക്കിയാലും കുറ്റം പറയണ അച്ചയ്ക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമായിട്ടോ. ആൾ